പ്രതീക്ഷയുടെ പച്ചപ്പുമായി ക്രിസ്മസ് റീത്തുകൾ വിപണിയിലെത്തി. ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാൾ അടുത്തെത്തിയെന്ന് ഓർമ്മിക്കാൻ ക്രിസ്മസ് റീത്തുകൾ വീടിന്റെ വാതിലുകളിൽ ഇടം പിടിക്കാറുണ്ട്. ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാൾ അടുത്തെത്തിയെന്ന് ഓർമ്മിപ്പിക്കാൻ ക്രിസ്മസ് റീത്തുകൾ വീടിന്റെ വാതിലുകളിൽ ഇടം പിടിക്കാറുണ്ട്. പച്ചിലകളിൽ തീർത്ത വളയത്തിൽ അലങ്കാര വസ്തുക്കൾ ചാർത്തിയാണ് ക്രിസ്മസ് റീത്ത് നിർമ്മിക്കുന്നത്. കടകളുടെയും വീടുകളുടെയും വാതിലുകളിൽ തൂക്കിയിടുന്ന ഈ ക്രിസ്മസ് റീത്ത് പ്രതീക്ഷയുടെ പ്രതീകമാണ്. ദക്ഷിണ യൂറോപ്പിലാണ് റീത്തിന്റെ പിറവി. എന്നാൽ ഗ്രീക്ക് ദേവനായ അപ്പോളോ ഒലിവ് ഇലകളിൽ തീർത്ത റീത്ത് തലയിൽ ചൂടാറുണ്ടെന്ന് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നു. ശതാവരി ചെടിയുടെ ഇലകളും വള്ളികളും വട്ടത്തിൽ ചുറ്റിയെടുത്ത് അതിൽ ചുവന്ന പനിനീർ പൂക്കളും പഴങ്ങളും വെച്ച് അലങ്കരിച്ചാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രിസ്മസ് റീത്ത് തയ്യാറാക്കിയിരുന്നത്. സുഗന്ധം പരത്തുന്ന പച്ചപ്പ് നിറഞ്ഞ ഈ റീത്തുകൾ നിത്യഹരിതമായ ജീവിതത്തിന്റെ പ്രതീകമായിരുന്നു. ക്രൈസ്തവർക്ക് റീത്തിലെ മുള്ളുകൾ ക്രിസ്തുവിന്റെ മുൾക്കിരീടത്തിന്റെ ഓർമ്മയാണ് നൽകുന്നത്. ചുവന്ന പൂക്കൾ മനുഷ്യകുലത്തിന്റെ രക്ഷകനായി യേശു ചിന്തിയ രക്തത്തെയും ഓർമ്മിപ്പിക്കുന്നു. റീത്തിന്റെ വളയം അനശ്വര ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. പണ്ടൊക്കെ വട്ടത്തിൽ ചുറ്റിയെടുത്ത വള്ളികൾക്കിടയിൽ കപ്പയിലെയും പൂക്കളും കൊണ്ട് അലങ്കരിച്ച ക്രിസ്മസ് റീത്തുകൾ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ വളച്ചെടുത്ത കമ്പികളിൽ പേപ്പറിലും പ്ലാസ്റ്റിക്കിലും തീർത്ത ഇലകളും പൂക്കളും കൊണ്ടാണ് ക്രിസ്മസ് റീത്ത് നിർമ്മിക്കുന്നത്. മണികളും മുത്തുകളും റിബണും ഉണങ്ങിയ പൂക്കളും റീത്തിലെ അലങ്കാര വസ്തുക്കളാണ്. പല നിറത്തിലുള്ള ബോളുകളും റീത്തിൽ തൂക്കിയിടുന്നു. കടകളിൽ റെഡിമെയ്ഡ് റീത്തുകളും വാങ്ങാൻ കിട്ടും. ചെറിയ റീത്തുകൾക്ക് പോലും 150 രൂപ മുതലാണ് വില. മഠങ്ങളും കലാലയങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും റീത്ത് നിർമ്മാണ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ക്രിസ്മസിന് മുൻപുള്ള 25 ദിവസങ്ങളിൽ റീത്തുകൾക്ക് മുൻപിൽ കത്തിച്ച മെഴുകുതിരികളും വയ്ക്കാറുണ്ട്. BBC ന്യൂസ്, തൊടുപുഴ.